പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. സ്വന്തമെന്ന് കരുതിപ്പോന്നവർ കണ്ട ഭാവം പോലും നടിക്കാതെ മാറ്റി നിർത്തുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഉണക്കാനാവാത്ത മുറിവ്. ഈ മുറിവിൻ്റെ നോവ് ശരിക്കും അറിഞ്ഞത് ഈശോ ആയിരിക്കും. സ്വന്തമായവരുടെ അടുത്തേക്ക് വന്ന ഈശോയെ അന്യനായി അവർ മാറ്റി നിർത്തി. അത് ഒരു അപരിചിതൻ ആയിരുന്നുവെങ്കിൽ ഇത്രയും വേദന ഉണ്ടാകില്ലായിരുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു പ്രവാചകനെ ഏറ്റുവാങ്ങുന്ന മുറിവുകളുടെ നേർക്കാഴ്ച അധ്യായം 13 വാക്യം 6 ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുക: നിന്റെ മുതുകിൽ കാണുന്ന മുറിവുകൾ എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, അതായത് പ്രവാചകൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വച്ച് എനിക്കേറ്റ മുറിവുകളാണ് അവ. സ്വന്തം മക്കളായ നമ്മുടെ അടുത്തേക്ക് എത്രയോ തവണ ഈശോ കടന്നു വന്നു, പല ആവർത്തി വാതിലിൽ മുട്ടി. എന്നാൽ ആ സ്നേഹ സാമീപ്യത്തിന് മുന്നിൽ പുറംതിരിഞ്ഞു നിന്നവർ ആണോ നമ്മളെന്ന് കൂടി ചോദിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരുന്നുകൊണ്ട് ഞാൻ കാരണം മുറിവേറ്റ ഈശോയുടെ മുതുകും ഹൃദയവും നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈശോയെ സ്വീകരിച്ചവർക്കും വിശ്വസിച്ചവർക്കും സ്വർഗം വെച്ചു നീട്ടുന്ന ഒരു സമ്മാനമുണ്ട്. അത് ദൈവമക്കളാകാനുള്ള കഴിവാണെന്ന് തിരുവചനം ഉറപ്പായി പറയുന്നു. ഈ നിമിഷം പലപ്പോഴും മാറ്റി നിർത്തിയ ഈശോയെ ഇനിയെങ്കിലും ഒന്ന് കൂടെ നിർത്തുവാൻ, നമ്മുടെ ഹൃദയത്തിലും നാവിലും സ്വീകരിക്കുവാൻ, കൂടെ കൊണ്ടുപോകുവാൻ ഉള്ള കഴിവ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മൾ പേറുന്ന വേദനകൾ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.